പുതുവർഷം എന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാത്തിരിപ്പാണ്. വീണ്ടും ഒരു പുതുവർഷത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആഘോഷങ്ങളും സന്തോഷവുമായി ആർത്തുല്ലസിച്ച് പുതുവർഷത്തെ സ്വീകരിക്കുവാൻ ഇത്തവണ കഴിയുമോ എന്ന സംശയത്തിലും കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പോലെ ആഘോഷിക്കുവാൻ കഴിയില്ലല്ലോ എന്ന നിരാശയിലുമൊക്കെയാണ് ഓരോരുത്തരും. എല്ലായിടത്തും പുതുവർഷം ആഘോഷിക്കാറുണ്ടെങ്കിലും ദുബായിലെ ബുർജ് ഖലീഫയിലെ ആഘോഷം തന്നെയാണ് ആഘോഷം. കണ്ണഞ്ചിപ്പിക്കുന്ന ആ വെടിക്കെട്ടും ലൈറ്റ് ആൻഡ് ലേസർ ഷോയും കാണാൻ കഴിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കെല്ലാം സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ബുർജ് ഖലീഫ ഡെവലപ്പർ എമാർ. കോവിഡ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി ഈ വർഷത്തെ പുതുവർഷം ആഘോഷിക്കുമെന്നാണ് എമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദർശകരുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തി മാത്രമേ ആഘോഷം സംഘടിപ്പിക്കൂ എന്നും ദുബായ് സർക്കാർ പുറത്തിറക്കിയ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നും എമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കവാടങ്ങളിൽ തെർമൽ ക്യാമറകൾ, സാമൂഹിക അകലം, സമ്പർക്കരഹിത പേയ്മെന്റുകൾ, അണുവിമുക്തമാക്കൽ എന്നു തുടങ്ങി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുമെന്നും എമാർ പറയുന്നു. ബുർജ് ഖലീഫയിൽ നടക്കുന്ന പുതുവത്സര ആഘോഷരാവ് ആഗോളതലത്തിൽ പ്രാദേശിക സമയം രാത്രി 8:30 മുതൽ mydubai.newyork.com എന്ന സൈറ്റിൽ സംപ്രേഷണം ചെയ്യും. ലോകോത്തര അനുഭവങ്ങൾ കൈമാറുന്നത് എമാന്റെ DNA-യുടെ ഭാഗമാണ്. ഈ വർഷം അതിലും വലിയ ഗാല ഈവന്റാണ് ഞങ്ങൾ സമ്മാനിക്കുന്നത്. ലോകം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ ഐക്യത്തിലാണ്. പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും പ്രത്യാശ നിർഭരമായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് എമാറിന്റെ സ്ഥാപകനായ മുഹമ്മദ് അൽ അബ്ബാർ പറഞ്ഞു. ആഘോഷങ്ങൾക്കായി ബുക്കിംഗ് തുടങ്ങിയതായും ഭക്ഷണപാനീയ ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കാനും പുതുവത്സരാഘോഷ പരിപാടികൾ കാണുവാനും ബുർജ് പാർക്കിംഗ് കുടുംബങ്ങളെ ക്ഷണിക്കുന്നതായി എമാർ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്.